അതിവിശാലമായി ഈ ലോകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്ത വാർദ്ധക്യത്തിലെത്തിയ എൻ്റെ ജീവിതകഥ പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞേക്കെൻ്റെ കൊച്ചെന്ന് ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ കേട്ടു. അപ്പോൾ ധൈര്യമായി. പണ്ടും ഇന്നും വലിയ മാറ്റമൊന്നുമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മീനച്ചിലാറിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഞാൻ തോട്ടക്കാട്ടുകാരിയാണ്, ചങ്ങനാശ്ശേരിക്ക് കിഴക്ക്. പുതുപ്പള്ളി കഴിഞ്ഞ് തോട്ടക്കാട്. എൻ്റെ നാട് ശരിക്കും പുളിങ്ങുന്ന ഞാൻ 4 ആണുങ്ങളമാരും ഞാനൊരു പെണ്ണും 5 മക്കളും. ആങ്ങളമാർക്കും കൂടി ഒരു വലിയ പെങ്ങളുമാണ്. ആങ്ങളമാർക്കും കൂടിയുള്ള വലിയൊരമ്മയാണ്. എന്നെ കൊണ്ട് കെട്ടിച്ചതാണ് ഈ പാലായിലും. ഞാൻ അങ്ങനെ കെട്ടിച്ചെന്ന് പറഞ്ഞാൽ അതും ഒരു വല്ലാത്ത ചരിത്രമാണ്. എൻ്റെ അപ്പൻ്റെ പെങ്ങളെ ഈ നാട്ടിലോട്ട് കെട്ടിച്ചു. അത് കെട്ടിയത് എൻ്റെ അമ്മായിമ്മയുടെ ആങ്ങളെയാണ് കെട്ടിയത്. അങ്ങനെ വന്നപ്പോൾ 2 വശത്തൂടെയും കൂടി എന്നെ കൊണ്ടുവന്ന് അമ്മായിമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഭരണങ്ങാനത്തുള്ള കിഴപ്രയാറിലേക്ക് വന്ന ആദ്യ നാളുകൾ ഞാൻ ഓർത്തു പോവുകയാണ്. സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആദ്യ നാളുകൾ. എൻ്റെ കുട്ടിക്കാലം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയതുകൊണ്ട് 4ാം ക്ലാസ്സോടെ എൻ്റെ പഠനം നിർത്തി. ഏതാണ്ട് എൻ്റെ കുടുംബ സാഹചര്യം പോലെ തന്നെയായിരുന്നു കുട്ടിച്ചൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ. കുട്ടിച്ചൻ ആരാണെന്നോ? എൻ്റെ ഭർത്താവ്. ഇദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് തോമസ് എന്ന. ദുശീലങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യൻ. ഇദ്ദേഹത്തിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. അങ്ങനെ കാണണമെന്ന പോരാൻ നേരം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. അച്ചായനും എന്നോട് അതുപോലെ തന്നെ സ്നേഹമായിരുന്നു. എൻ്റെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാലുവുമായിരുന്നു. എങ്ങനെയാ പറയുക? ഒരു കരുതുന്ന സ്നേഹം. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹ ആശസ്സുകളോടെ ഞങ്ങളുടെ കുടുംബജീവിതം സമാരംഭിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി അധികം കഴിയാതെ ഞാൻ വന്നതാണ്. പക്ഷെങ്കിൽ ഈ കേരളത്തിലെ ദാരിദ്ര്യം അന്നും കൊടും പിടിക്കൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. മറ്റ് ഭൂമി പണിയുന്ന എന്തെങ്കിലും കപ്പയോ ചേമ്പോ ചേനയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേലയെടുത്തെങ്കിലേ കഴിയത്തുള്ളൂ. ഇതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഈ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന 1 രൂപ കൊണ്ട് കിട്ടുന്ന അതിൽ നിന്ന് തേങ്ങ, അരി, ഉപ്പ്, മുളക് എല്ലാം മേടിക്കണം. അപ്പം ദാരിദ്ര്യം ഭയങ്കരമല്ലേ. വറുതിയുടെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരേ തൊഴിലിൽ നിന്ന് മാത്രം
കഷ്ടിച്ച് ജീവിക്കാനുള്ള കാശ് പോലും കിട്ടാതിരുന്നൊരു കാലം. അന്ന് എല്ലാവരും ഇന്നത്തെ പോലെ സമയം നോക്കിയായിരുന്നില്ല തൊഴിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് പകലന്തിയോളം പല രീതിയിലുള്ള തൊഴിലുകൾ ചെയ്താണ് ജീവിച്ചു പോകുന്നത്. സന്ധ്യയാകുമ്പോൾ ഭർത്താവിന് കിട്ടിയിരുന്ന 1 രൂപ കൊണ്ട് കുടുംബം പുലർത്താൻ ബന്ധപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ഞാനും ചെറിയ രീതിയിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടു, കുട്ടിച്ചൻ്റെ അനുവാദത്തോടെ. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട്, അതും ഓടിട്ടത്. പിന്നെ മക്കൾ. അങ്ങനെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടായി. എന്തൊരു ഭംഗിയാ ഇവളെ കാണാൻ. നിന്നെ പോലെ തന്നെയുണ്ട് കേട്ടോ അന്നമ്മേ. ഇവളുടെ കണ്ണുകളാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തോ പ്രത്യേകതയുണ്ട് ഈ കുഞ്ഞിന്റെ കണ്ണുകൾക്ക്. നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഇതോടെ മാറും എന്റെ അന്നമ്മേ. ഇവളെ കണ്ടപ്പോ സമയം പോയതേ അറിഞ്ഞില്ല. കൊച്ചേ, ഇന്ന് ചെയ്തു തീർക്കാൻ കുറെ പണികളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. വൈകുന്നേരം വരാം. കുട്ടിച്ചോ, അമ്മയും കുഞ്ഞിനെ നല്ലോണം നോക്കിക്കോണേ. കുട്ടി ജനിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ കൃഷ്ണമണി ഉറപ്പിക്കാതെയുള്ള ദൃഷ്ടിയുടെ ചലനങ്ങളും കണ്ണിൽ കണ്ട വെളുത്ത പാടയും ഏതോ സൗഭാഗ്യ ലക്ഷണമാണ് എന്നാണ് കാരണവന്മാർക്ക് തോന്നിയത്. നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ കുഞ്ഞിന് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായത്. എന്നാലും ദൈവം തന്ന നിധിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടത്. അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് കാഴ്ചയുള്ള 2 മക്കളെ കൂടി ദൈവം തന്നു, ഒരു മോളും ഒരു മോനും. 68 ദിവസങ്ങൾക്ക് ശേഷം മോന് കടുത്ത ഒരു പനി പിടിപെട്ടു. അന്ന് നാട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കത്തിന്റെ സമയമായിരുന്നു. ആശുപത്രി വളരെ അകലെയായിരുന്നു. സമയം കൂടുന്തോറും കുഞ്ഞിന്റെ നില വഷളാകുന്നതായി കണ്ടു. ദൈവം ഞങ്ങൾക്ക് ആദ്യമായി തന്ന പുത്രൻ ഹൃദയം തകരുന്ന അവസ്ഥയിലും ധൈര്യം സംഭരിച്ച് വേഗം ഓടി ആശുപത്രിയിലേക്ക്. പക്ഷേ അന്നേരം എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായിപ്പോയി. അന്നേരത്തേക്ക് എന്റെ കുഞ്ഞിനെ കർത്താവ് തിരിച്ചു വിളിച്ചിരുന്നു. അന്ന് സഹിച്ച മനോവേദനയുടെ ഭാരം എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല മക്കളെ. പരമകാരുണ്യവാനായ ദൈവം ആ ദുഃഖത്തെ മാറ്റുവാനായി തന്നെ തീരുമാനിച്ചതുപോലെയായിരുന്നു ഞങ്ങളുടെ 4ാമത്തെ കുട്ടി, ഒരു പെൺകുഞ്ഞ്. കുഞ്ഞ് പ്രതികരിക്കാതിരിക്കുന്നത് കണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോ മൂത്ത കുട്ടിയുടെ സവിശേഷതകളെല്ലാം തന്നെ ഈ കുട്ടിയുടെ കണ്ണുകളിലും കണ്ടു തുടങ്ങി. ഉള്ളിന്റെ ഉള്ളിൽ കീറി മുറിയുന്നത് പോലെ തോന്നി. പക്ഷേ അല്പം കഴിഞ്ഞപ്പോ എനിക്കെന്തോ വലിയ വിഷമതയൊന്നും തോന്നിയില്ല. ഇതും ദൈവം തന്ന നിധിയാണല്ലോ എന്നോർത്തപ്പോൾ എനിക്കെന്തോ മനസ്സിൽ നിറയെ കുഞ്ഞിനോടുള്ള സ്നേഹം മാത്രമേ തോന്നിയുള്ളൂ. പിന്നീട് എനിക്ക് ദൈവം 6 മക്കളെ കൂടി തന്നു. എനിക്ക് 10 മക്കളാണ് ഉള്ളത്. അതിൽ 2 സിസ്റ്റർമാർ. എൻ്റെ 2ാമത്തെ കുട്ടി മൂത്തത് കാണത്തില്ലാത്തത്, 2ാമത്തെ കുട്ടി കാണാവുന്നത്. പഠിത്തം തീർന്നപ്പം പുള്ളി സിസ്റ്ററാകാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ചാച്ചനും എൻ്റെ മാതാപിതാക്കന്മാരും അവളെ വിലക്കി. അവൾ വിലക്കൊന്നും സമ്മതിച്ചില്ല. അവൾക്ക് ഈശോയുടെ മണവാട്ടിയാകണമെന്നും പറഞ്ഞ് അവളെ മറ്റുള്ള സിസ്റ്റേഴ്സുകൾക്ക് എഴുത്തെഴുതി
എടുത്തെഴുതി. ആദ്യം ബാംഗ്ലൂരിൽ നിന്ന് വന്നവർ കണ്ണു മേലാത്ത പ്രശ്നത്തിൽ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേറെ സഭയ്ക്ക് എഴുതി. യേശുവിൽ എത്രയും ബഹുമാനപൂർവം മദറിനെ ബോധിപ്പിക്കാൻ അച്ചാമ്മ എഴുതുന്ന കത്ത്. അമ്മ പറഞ്ഞതുപോലെ വളരെയേറെ ചിന്തിച്ച ശേഷമാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. എനിക്ക് ലഭിച്ച ദൈവവിളിയിൽ ഉറച്ചു നിൽക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എൻ്റെ ദൈവവിളി അനുഭവം എങ്ങനെയാണെന്ന് വർണ്ണിക്കാൻ എനിക്കറിയില്ല മദർ. ഞങ്ങൾ 10 മക്കളിൽ 5 പേർക്ക് കാഴ്ചയില്ലാത്ത കാര്യം അമ്മയ്ക്കറിയാമല്ലോ. ആ ദുഃഖത്തിൻ്റെ നടുക്കടലിൽ ഒരു പരാതി പോലും ആരോടും പറയാതെ എൻ്റെ അമ്മ മനോധൈര്യത്തോടെ എല്ലാം എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതായിരുന്നു കുട്ടിക്കാലത്തെ എൻ്റെ അന്വേഷണം. നക്ഷത്രം. അമ്മച്ചി, ഇപ്പൊ നമ്മളിവിടെ എന്നാ ചെയ്യുവാ? അപ്പച്ചൻ നക്ഷത്രത്തിന് തിരികൊളുത്തുക മക്കളെ. കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലേ? എനിക്കും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എനിക്ക് ജന്മം നൽകിയത് ഒരു സാധാരണ കുടുംബത്തിലേക്കല്ലെന്ന്. ഓരോ ദിവസവും, എന്തിന് ഓരോ നിമിഷം പോലും അസാധാരണമായ ജീവിതാനുഭവങ്ങളായിരുന്നു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം പലപ്പോഴും കർത്താവ് ജോബിൻ്റെ കുടുംബത്തിൻ്റെ മേൽ
വിശ്വാസം അർപ്പിച്ചതുപോലെയായിരുന്നു സംഭവങ്ങൾ. ഈ എളിയവളുടെ കുടുംബത്തോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നോ എൻ്റെ ഈശോയ്ക്ക്? അപ്പം മൂഴയിലെ മൂഴ കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു സിസ്റ്റർ പാലായിലുള്ളതാണ്. പുള്ളിയുടെ ചേച്ചി ഇവരുടെ കോൺവെൻറ്റിൽ അലഹബാദിലുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി സിസ്റ്ററിനോട് പറഞ്ഞു, ഇന്ന പോലെ ഒരു കൊച്ചൊരു അപേക്ഷ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ കൊച്ചിനെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക, അല്ല പാലായി വരുത്തുകയോ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ പാലായി ചെന്നപ്പം അവരേതാണ്ട് പരിശോധനയൊക്കെ കഴിഞ്ഞ് വെച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പം അവർക്ക് പത്രമേനി കൊടുക്കാൻ എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും തരാൻ വശമില്ല. സിസ്റ്റർമാർക്ക് ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരും എന്ന് പറഞ്ഞു. 1974 ജൂൺ 20 ഇവിടുന്ന് പോകുന്നു. 1981 മെയ് മാസത്തിൽ ഉൾപ്പെടുന്നു അലഹബാദിൽ. അത് കഴിഞ്ഞ് വെച്ചിട്ട് വീട്ടിൽ വന്നപ്പം അടുത്ത മക്കളിലെ ആറാമത്തെ മകൾ അപ്പം 10ാം ക്ലാസ് പാസ്സായിട്ട് 20 ദിവസമേ ആയുള്ളൂ. അപ്പോൾ പുള്ളിയും പറഞ്ഞു ഞാനും പോവാന്ന്. അപ്പോൾ പുള്ളി വേറെ സഭയ്ക്കാണ് എഴുതിയത്, ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ വേറെ സഭയിലുള്ള സിസ്റ്റർ വന്ന് ഇവിടെയും കൊണ്ടുപോയി. രണ്ടുപേരും പിന്നെ ഒരുമിച്ചാണ് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്നത്. 2 സ്ഥലത്തു നിന്ന്. ഒരാൾ മധ്യപ്രദേശത്തോട്ടും പോയി, ഒരാൾ അലഹബാദിലോട്ടും പോയി. എന്റെ അച്ചാമ്മയും ലൈസമ്മയും ഈ പൊന്നോമന മക്കളെ സ്നേഹിച്ച് കൊതി തീർന്നില്ലായിരുന്നു എനിക്ക്. ഇനി ഇവർ ഈശോയുടെ സ്വന്തം, ഈശോയുടെ മാത്രം സ്വന്തം. ഞങ്ങളുടെ ഈ എളിയ കുടുംബജീവിതം സഫലമായി എന്ന ഉത്തമ ബോധ്യം ലഭിച്ച നിമിഷങ്ങളായിരുന്നു. മക്കളുടെ ഈ ദൈവവിളി എന്നിൽ കൂടുതൽ തീഷ്ണതയുയർത്തി. എല്ലായ്പ്പോഴും അവിടുത്തോട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള മനഃശക്തിയും ധൈര്യവും എന്നിൽ നിറഞ്ഞു. അച്ചാമ്മയും ലൈസമ്മയും അങ്ങനെ സിസ്റ്റർ കാദറിനും സിസ്റ്റർ റോസിറ്റയുമായി. എല്ലാം എങ്ങനെയാണ് നടന്നതെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല മക്കളെ. അതൊക്കെ എങ്ങനെയെങ്കിലും ദൈവം നടത്തി തന്നു. എനിക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു ജീവിതം എൻ്റെ ഈ 2 കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു ദാരിദ്ര്യപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഈശോ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയത്. പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പോകാനുള്ള നല്ല മനസ്സ് ഈശോ അവർക്ക് കൊടുത്തതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുക. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കൂടുതലായിട്ട് എനിക്കൊന്നും ഇതിൽ പറയാനില്ല മക്കളെ. ഇത് ഞാനും എൻ്റെ മക്കളും കൂടി ഒരുമിച്ച് ഒത്തുകൂടിയപ്പോൾ എടുത്ത പടമാണ്. എൻ്റെ 9 മക്കളും കൂടെ ഞാനും. ഞാനെൻ്റെ മൂത്ത മകനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണെൻ്റെ ജോസ്മോൻ, കാഴ്ചയില്ലാത്ത എൻ്റെ 5 മക്കളിലെ 2ാമൻ. മറ്റു മക്കളെപ്പോലെ തന്നെ തപ്പിത്തടഞ്ഞുമൊക്കെ നടക്കാൻ പഠിച്ചിരുന്നു എൻ്റെ ഈ പാവം ജോസ്മോൻ. ജോസ്മോനെ, മോനൊന്ന് തൊട്ട് നോക്കിക്കേ. പമ്പരം അമ്മയുണ്ടാക്കിയതാ. ഇഷ്ടായോ മോന്? അമ്മ കരയാണോ?
ജോസ് ഈ അമ്മച്ചിയുടെ 10 മക്കളിലെ 7ാമത്തെ പുത്രൻ. ജനിച്ചപ്പോൾ തന്നെ എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഞാൻ കൂടാതെ എനിക്ക് മറ്റ് 2 സഹോദരന്മാരും 2 സഹോദരിമാരും ഇങ്ങനെ കാഴ്ചക്കുറവുള്ള മക്കളായിട്ടാണ് തന്നെ ജനിച്ചത്. ചാച്ചനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, വിദ്യാഭ്യാസം നൽകിയതും എല്ലാം. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഈ ഭൗതിക സൗകര്യങ്ങൾ പഠിക്കുവാനോ ജീവിക്കുവാനോ ഉള്ള സാമ്പത്തിക സൗകര്യങ്ങളോ മറ്റ് ഭൗതിക സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കുഗ്രാമത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പച്ചായി, എന്താ ജോസ്മോനെ? നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? മോനെ പുതിയൊരു പള്ളിക്കൂടത്തിൽ ചേർത്ത് പഠിപ്പിക്കാനാ പോകുന്നത്. ഇനി അവിടെ നിന്നാ മോൻ പഠിക്കേണ്ടത്. ഞാൻ വിചാരിച്ചു നമ്മൾ രണ്ടുപേരും കൂടെ അപ്പച്ചായുടെ പണിസ്ഥലത്തേക്ക് പോവായിരിക്കും. കണ്ണു കാണാൻ വയ്യെങ്കിലും എനിക്കും കുറച്ചൊക്കെ പണി ചെയ്യാനും അറിയാം. വേണ്ട മോനെ, അപ്പച്ചായും അമ്മച്ചിയും കഷ്ടപ്പെടുന്നത് പോലെ ഇനി നിങ്ങൾക്ക് അത് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നിങ്ങൾ മക്കളെല്ലാം പഠിപ്പിക്കാൻ വിടുന്നത്. അതെ അപ്പച്ചായി, ഞാൻ നന്നായി പഠിച്ച നമ്മുടെ കഷ്ടപ്പാട് മാറുമോ? കഷ്ടപ്പാടൊക്കെ മാറും മോനെ, മാറും. എനിക്ക് വയറ് നിറച്ച് കഴിക്കാൻ കഞ്ഞിയും പലഹാരം കിട്ടുമോ? കിട്ടും. അത് മോനെ തീർച്ചയായിട്ടും കിട്ടും. കഷ്ടപ്പാടൊക്കെ മാറുകയും ചെയ്യും. എന്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ. അപ്പച്ചായി കരയണ്ട കേട്ടോ. ജോസ്മ നന്നായിട്ട് പഠിച്ചു. കണ്ണ് കാണാൻ മേലേലും പഠിച്ചു. സത്യം. എൻ്റെ പേര് ജോഷുവ. കുട്ടിച്ചേട്ടന് 5 മക്കൾ കണ്ണ് കാണാൻ മേലാത്തതാണ്. എന്നാൽ ഈ 5 മക്കളും ഓരോ ദിവസവും പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. മലയാളത്തിൽ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാവോ എന്നും ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ അന്തന്മാർ എഴുതുന്ന ഒരു പ്രത്യേക സ്കെയിലുണ്ട്. ആ ഒരു സ്കെയില് കിടികിടിന്ന് ഒച്ചയൊക്കെ കേൾപ്പിച്ച് അവർ ആ സ്കെയിലിൽ അവരുടേതായ രീതിയിൽ എഴുതി അവർ വീട്ടിൽ പോയി പഠിച്ച് അങ്ങനെ വളരെ കഷ്ടപ്പാടിലൂടെയാണ് അവരുടെ അന്നമ്മച്ചേർത്തിയുടെയും കുട്ടിച്ചേട്ടൻ്റെയും മക്കൾ വിദ്യ അഭ്യസിച്ചത്. എൻ്റെ മക്കൾ അന്യോന്യം സ്നേഹിച്ചും സഹായിച്ചും പഠനകാര്യത്തിലും മറ്റ് ദിനചര്യകളിലും സഹകരിക്കുന്നത് കാണുമ്പോൾ നേരിയ പ്രതീക്ഷകൾ മനസ്സിലുദിച്ചു. വർണ്ണങ്ങളും വെളിച്ചവും എന്തെന്നറിയാത്ത എൻ്റെ ഈ പൊന്നോമന മക്കളാണ് എന്നെ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത്. നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ഈ രീതിയിലുള്ള ഒരുപാട് കഷ്ടപ്പാടുകളെ അതിജീവിച്ച് ഞങ്ങളെ വളർത്തി വലുതാക്കി. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സമയമായപ്പോൾ കാഴ്ചയില്ലാത്ത ഞങ്ങൾക്ക് അന്ന് സാധാരണ സ്കൂളിൽ പോയി പഠിക്കാൻ സാധിക്കില്ലായിരുന്നു. അല്ലെ തന്നെ സാധാരണ സ്കൂളിലല്ല പഠിക്കേണ്ടത്. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ബ്രെയിൽ ലിപി എഴുതാനും വേണ്ടി ബ്രെയിൽ ലിപിയിലുള്ള അക്ഷരമാണ് ഞങ്ങൾ എഴുതുവാനും വായിക്കാനും ഉപയോഗിക്കുന്നത്. അങ്ങനെ 7ാം ക്ലാസ് വരെ സ്പെഷ്യൽ സ്കൂളിൽ, അത് കാഴ്ചയില്ലാത്തവരെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ചു, നീർപ്പാറ അസിസി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ. അതിനുശേഷം ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുടമാളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. ഒളശയിലെ ഒരു അന്ധവിദ്യാലയം ഉണ്ടായിരുന്നു, ഒളശ. ആ സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ നിന്നിട്ട് കുടമാളൂർ ഹൈസ്കൂളിൽ പോയി പഠിക്കുകയായിരുന്നു. ഈ 7ാം ക്ലാസ്സിന് ശേഷം ഞങ്ങൾ പഠിക്കുന്നതെല്ലാം മറ്റ് കാഴ്ചയുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ് വരെ മാത്രമേ സ്പെഷ്യൽ സ്കൂളുള്ളൂ. അതിനുശേഷം ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനാണ്, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ പ്രീ ഡിഗ്രി SB കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജിൽ ഞാൻ പഠിച്ചു. അതിനുശേഷം ഒരു വർഷം ഒരു ഡിപ്ലോമ ഇൻ ടീച്ചിങ് ദി ബ്ലൈൻഡ്
ഡിപ്ലോമ ഇൻ ടീച്ചിങ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്കൂൾ ടീച്ചർമാർക്ക് വേണ്ട യോഗ്യത, കാഴ്ചയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള യോഗ്യതയായിരുന്നു അത്. ആ ഡിപ്ലോമ കോഴ്സിന് ഞാൻ കൽക്കട്ടയിൽ പോയി. അന്ന് ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിൽ ഈ DTB കോഴ്സുകളിലുള്ള സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മദ്രാസിലും, ഒന്ന് കൽക്കട്ടയും, പിന്നെ ഡൽഹി, ബോംബെ. അപ്പോൾ ഞങ്ങളെ സ്പോൺസർ ചെയ്തത് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ സംഘടന സ്പോൺസർ ചെയ്തത് എന്നെ കൽക്കട്ട സെൻട്രലിലേക്ക് ആണ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ 1 വർഷം കൽക്കട്ടയിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഡിഗ്രിക്ക് ചേർന്ന് ചങ്ങനാശ്ശേരി NSS കോളേജിൽ BA ഹിസ്റ്ററി അതിന് ചേർന്ന് പഠിക്കുന്ന സമയത്ത് SBTയിൽ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സിനെ എടുക്കുന്നു എന്ന് കേട്ടു. കാഴ്ചയില്ലാത്തവരെ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് എടുക്കുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ട്രെയിനിങ് കോഴ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി 3 മാസം അത് പഠിച്ചു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ 1986 SBTയിൽ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ദൈവാനുഗ്രഹം, ശരിക്കും ദൈവത്തിൻ്റെ ഒരുപാട് ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കാരണം അന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കപ്പെട്ട 24 കാഴ്ചയില്ലാത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞതും ഞാനായിരുന്നു. കാരണം അന്നത്തെ വിദ്യാഭ്യാസ യോഗ്യത ബാങ്കിലൊക്കെ കയറണമെങ്കിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി വെച്ചിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റി. ദൈവാനുഗ്രഹം കൊണ്ട് SBT ആ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ 86 നവംബർ 29-ാം തീയതി എനിക്ക് SBTയിൽ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി കിട്ടി. അങ്ങനെ ആദ്യത്തെ ഒരു ഡിഗ്രിക്കാരൻ കൊച്ചനായി കഞ്ഞിക്ക് വകയുണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരാളായി. 1994 ജനുവരി 30 ഒരു പെൺകൊച്ചിനെയും കണ്ടു കിട്ടി, പെണ്ണും കെട്ടിച്ചു. അത് കഴിഞ്ഞാണ് പിന്നത്തെ പിള്ളേരൊക്കെ പഠിക്കുന്നതും. അതിൻ്റെ പിന്നത്തെ കൊല്ലം തന്നെ ഇപ്പം എറണാകുളത്ത് പോയി ഏച്ചിക്കും ജോലി കിട്ടി. അന്ന് നമ്മുടെ നയനാർ ഭരിക്കുന്ന കാലമാണ്. അന്ന് അവിടെ 40 ചില്ലുവാനും വികലാംഗര എടുത്തു, എല്ലാ തരത്തിലുമുള്ള വികലാംഗര കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. അതിൽ ഒന്ന് നമ്മുടെ കുഞ്ഞിന് കുറി വീണു. അങ്ങനെ അവളും രക്ഷപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ ഇടപെടൽ ഒരുപാട്. ജോലി കിട്ടിയത് മുതൽ അതുതന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ്. അതിനുശേഷം 6 വർഷം കഴിഞ്ഞപ്പോൾ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ ആയപ്പം കോട്ടയത്തുനിന്ന് ഞാൻ എന്നും പോയി വരുവാണ് 92 മുതൽ കോട്ടയത്ത്. 1995 മികച്ച വികലാംഗ ജീവനക്കാർക്കുള്ള സംസ്ഥാന അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. അതും ദൈവാനുഗ്രഹം. അതിലൊക്കെ ദൈവാനുഗ്രഹമുള്ള ശരിക്കും കല്യാണം കഴിഞ്ഞു. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അവർക്കൊന്നും ഞങ്ങളുടെ ആരുടെയും എൻ്റെ സഹോദരന്മാരുടെ കുട്ടികൾക്കും ആർക്കും ഈ ഒരു കാഴ്ചക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പള്ളിയിൽ പോയി വന്നാണോ? എന്നിട്ടോ എവിടെയാ പോയേ? അതെയോ? എല്ലാവരുമോ? അതെയോ? ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? അതെയോ? എല്ലാവരും പ്രാർത്ഥിച്ചോ? എല്ലാ മക്കളും? അതെയോ? ഈശോ എന്നാ പറഞ്ഞു നിങ്ങളോടെ? അമ്മാമ്മ പറഞ്ഞോ? അമ്മാമ്മ എന്തേരം കഷ്ടപ്പെട്ടു പഠിപ്പിച്ച് തന്ന അച്ചാച്ചന്മാരൊക്കെ ഇങ്ങനെ ആയത്. നിങ്ങളെ ഒത്തിരി സൗകര്യം നിങ്ങൾക്കുണ്ട്. അപ്പം നല്ലപോലെ പഠിച്ച് മിടുക്കരായി ഈശോയ്ക്കും മാതാപിതാക്കന്മാർക്കും നമുക്കുള്ള എല്ലാവർക്കും നമുക്ക് ഉപകാരം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ഒരു 5-6 രോഗികളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോ? നിങ്ങൾ പ്രാർത്ഥിച്ചു, നല്ല കുഞ്ഞായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയാ പ്രാർത്ഥിച്ചേ? മുട്ടുകൂട്ടി കൈ കൂട്ടി പിടിച്ചാണോ നിന്നെ? അല്ല, എഴുന്നേറ്റ് നിന്നോണ്ടാണോ? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം കുഞ്ഞു പിള്ളേരൊക്കെ. ഞാനൊക്കെ വയസ്സായി പോയിട്ടാ. എന്തേ ദോഷ, നീ പ്രാർത്ഥിച്ചോ? നീ ഒരച്ഛനാകണം.
കേട്ടോ. പിന്നെ ആരായില്ലേ അമ്മയാകാൻ പോകുന്നവരെ? എല്ലാവരും പോകുന്നുണ്ടോ? ഞാൻ സിസ്റ്ററാണ്. ഞാൻ ആന്റിയാ. ഞാൻ ആന്റി. ജോസിൻ്റെയും എൻ്റെയും നടുവിലിരിക്കുന്ന ജെയ്സനെ ഞാൻ പരിചയപ്പെടുത്താം. നല്ലൊരു കമ്പ്യൂട്ടർ വിദഗ്ധൻ കൂടിയാണ് ജെയ്സൺ. ഞാൻ അമ്മച്ചിയുടെ 9ാമത്തെ പുത്രനാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ജെയ്സൺ. ഇത് എൻ്റെ കുടുംബമാണ്. ഭാര്യ സിനി ഫ്രാൻസിസ്, ഇതെൻ്റെ മക്കൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചിയും മൂത്ത സഹോദരങ്ങളൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞറിഞ്ഞുള്ള ഒരു കാര്യം എനിക്കുള്ളൂ. ഞാൻ ജനിക്കുമ്പോൾ ഒരു പരിധിവരെ കഷ്ടപ്പാടുകളൊക്കെ അതിൻ്റെ വലിയ അവസ്ഥകളൊക്കെ മാറി സ്വന്തമായിട്ട് ഒരു വീടും ഒരു ചെറിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നിലയിൽ പഠിച്ച് ഞങ്ങളെ വളർത്തി സ്വന്തം നിലയ്ക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുവാൻ അമ്മച്ചിക്കും ചാച്ചനും സാധിച്ചു. ഇന്ന് ദൈവാനുഗ്രഹത്താൽ നല്ലൊരു നിലയിൽ സ്വന്തം ഒരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി തന്നെ ലഭിച്ച് ഒരു കുടുംബമായി ജീവിക്കുവാനും ഒക്കെ സാധിച്ചു. തീർച്ചയായും അതിന് മുന്നിൽ അമ്മച്ചിയുടെയും ചാച്ചൻ്റെയൊക്കെ കഷ്ടപ്പാടുകളും പ്രാർത്ഥനകളും സഹോദരങ്ങളുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ട്. അത് ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. Desktop frame. Computer home icon. Resource folder icon. Photos of committee members folder. /home/jason/desktop/resource/evolution SWF frame. Left resource frame. Amber SWF shockwave flash file icon. Hearing video FLV flash video icon. Return. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ശബ്ദം കേട്ടാണ്. ഈ കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ടുണ്ട്. കാഴ്ചവൈകല്യം അനുഭവിക്കുന്നവർ ഇന്ന് വിവിധ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതിന് സഹായിക്കുന്നത് ഒരു സ്ക്രീൻ റീഡറാണ്. ഉബുണ്ടുവിൽ, ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഉബുണ്ടുവിൽ ഓർക്ക എന്ന് പറയുന്ന ഒരു സ്ക്രീൻ റീഡറും, വിൻഡോസിൽ ജുവാസ് അല്ലെങ്കിൽ NVDA എന്ന് പറയുന്ന സ്ക്രീൻ റീഡറുമാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഞാൻ ഉബുണ്ടു എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓർക്ക എന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചത്. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. Return. തീർച്ചയായും ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണത് ഞാനുൾപ്പെടെ 5 സഹോദരങ്ങൾ കാഴ്ചവൈകല്യമുള്ള ആളുകളായി ജനിച്ചപ്പോൾ തീർച്ചയായും ഈശോയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമാണ് തീർച്ചയായും ഇന്ന് ഒരു ജോലിയൊക്കെ ലഭിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവർക്ക് സഹായമായി മാറുവാൻ സാധിച്ചിട്ടുള്ളതും തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഇതിൽ കാണുവാൻ സാധിക്കുന്നു. ഒരു പദ്ധതി തീർച്ചയായും ഇങ്ങനെ ഒരു വൈകല്യം ഞങ്ങൾക്ക് നൽകിയതിൽ ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പദ്ധതിയുടെ ഒരു പൂർത്തീകരണമായിട്ട് ഈ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു. അത് തീർച്ചയായും ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അത്. ആ ദൈവകൃപയ്ക്ക് മുമ്പിൽ ഞാൻ നന്ദിപൂർവ്വം നിൽക്കുകയാണ്. എൻ്റെ നേരെ മുകളിൽ കാണുന്നത് മക്കളിൽ വെച്ച് ഏറ്റവും മൂത്തയാണ്. അവളെയും പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാമുസാപ്പേര് ഏലമ്മ, വിളിക്കുന്ന പേര് കുട്ടിയമ്മ. എൻ്റെ അമ്മച്ചിക്കും ചാച്ചനും ഒത്തിരി ദുഃഖവും പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പഞ്ഞവും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നെങ്കിലും അവർ സന്ധ്യയാകുമ്പോൾ 6:30-7 ആകുമ്പോഴത്തേന് ഞങ്ങളെ മുട്ടുമേൽ നിർത്തി പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടി ഒരുപാട് പ്രേരിപ്പിച്ചിരുന്നു. ഇല്ലെങ്കിൽ അടിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. എന്നിട്ടേ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പുള്ളായിരുന്നു. അതുകൊണ്ട് ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് യേശുവിനെ ഞങ്ങളുടെ അമ്മയും ചാച്ചനും തന്നു.
എന്നാ മോനെ ബൈബിള് വായിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ നിരന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയതിനാൽ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ബ്രെയിൽ ലിപിയിലുള്ള ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇളയ മകന്റെ നേരെ മൂത്തത്. പേര് റോയ്. പറയുന്നത് ചെയ്യുവിൻ. കർത്താവ് ഏൽപ്പിച്ചു തന്ന മക്കളെ എല്ലാവരെയും ഇന്ന് ഞാൻ കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. ഒരു കാലത്ത് എൻ്റെ മക്കളിൽ കാഴ്ചക്കുറവുള്ള ഈ 5 പേരെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അത്യുന്നതങ്ങളിൽ വാഴുന്ന ഈശ്വരന്റെ നേരെ കൈകൂപ്പി കണ്ണീരൊഴുക്കിയിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ആ കണ്ണീരിന് എന്തുമാത്രം വില തമ്പുരാൻ കൽപ്പിച്ചിരുന്നുവെന്ന്. എൻ്റെ എല്ലാ മക്കളെയും ദൈവം തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് പിടിച്ചുയർത്തുകയായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഞാൻ പ്രത്യേകം വ്യക്തിപരമായി പ്രാർത്ഥിക്കും, എൻ്റെ മക്കളുടെ ചാച്ചനു വേണ്ടി. ഇന്ന് ഭൂമിയിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹമായിരുന്നേനെ ഞങ്ങളുടെ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുക. ജീവിതത്തിലേക്ക് ക്ഷണിച്ച അന്നു മുതൽ വിട്ടുപിരിഞ്ഞു പോകും വരെ അദ്ദേഹത്തിൻ്റെ സ്നേഹവും ശാന്തത നിറഞ്ഞ പിന്തുണയും എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞാൻ എന്നും നന്ദി പറയാറുണ്ട് തമ്പുരാനോട് ഇത്രയും നല്ലൊരു ഭർത്താവിനെ തന്നതിന്. എനിക്കുറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, സന്തോഷിക്കുന്നുണ്ടെന്ന്. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. അമ്മാമ്മ ഇവിടെ തനിച്ചിരിക്കുവാണോ ഈ തണുപ്പത്ത്? അമ്മേ, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തേ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അമ്മാമ്മയ്ക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. സിസ്റ്റർ ആൻറ്റി നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നതാ. അതെയോ? നല്ല കാര്യം. എനിക്ക് 2 സിസ്റ്റർമാരുണ്ടല്ലോ. ഇവരുടെ പ്രാർത്ഥനയാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ. എല്ലാരും അമ്മാമ്മേനെ കാത്തിരിക്കുക. വാ, നമുക്ക് അകത്തേക്ക് പോവാം. പോകാം. വാ. എന്നിട്ട് ജോസുമാൻ വന്നില്ലേ? ഇല്ല, അച്ചാച്ചനെന്തോ പണിയില്ല. അതെയോ? ഈ രാത്രിയിലോ? ഇന്ന് ഇവിടെ ആരും ഇല്ലല്ലോ. ഉണ്ടെന്നേ, അകത്തേക്ക് വായോ. അമ്മച്ചി, അമ്മാമേ, വരൂ വരൂ. അമ്മാമ
അമ്മക്ക് എന്താ ഒരു നാണം ഇങ്ങോട്ട് വരാനായിട്ട്? അമ്മച്ചി പറ്റിയല്ലേ കസേരയിലിരുന്നോ? ഇത് പിടിയെങ്ങാനും പോയെങ്കിലൊന്നും ഓർത്താ ഞാൻ. ഇതേ ഇത് എത്രാമത്തെ പിറന്നാളാന്ന് അറിയാവോ? 82. പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. അപ്പൊ പിള്ളേരോടൊക്കെ എന്നാ പറയാനുള്ളത്? ദൈവത്തിനും മാതാപിതാക്കന്മാർക്കും നല്ല കുഞ്ഞുങ്ങളായി ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി വളരണം, പഠിക്കണം. ഇതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. മറ്റുള്ളവരോട് കുശുമ്പ് കുത്താതെ, പാർത്ത പറയാതെ. പാർത്ത കേട്ടാ. കുഞ്ഞുങ്ങളൊക്കെ നല്ല മിടുക്കരായിട്ട് പഠിച്ച് അച്ചാച്ചനെ പേരപ്പനെ ഒക്കെ പോലെ മിടുക്കരായിട്ട് വളരണം. വളർന്ന് ജോലി മേടിച്ച് നല്ല ജീവിതം ജീവിക്കണം. അമ്മാമ്മയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കേട്ടാ. കടിഞ്ഞപ്പാട്ടൻ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. എന്നിട്ടേ നീയേ പഠിച്ചേ റോയി അമ്മാനെയൊക്കെ പോലെ മിടുക്കനായ ഒരു ജോലി കേട്ടു. പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിടാനായിട്ട് നീ അതെല്ലാം നമ്മള് ശരിയാക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ഇവിടെ എല്ലാരും കൂടിയിരിക്കുന്നത് നമ്മുടെ അമ്മാമ്മയുടെ 82ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട അമ്മാമ്മ നമ്മളെയൊക്കെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി ജീവിച്ച് ദൈവാനുഗ്രഹത്താൽ എല്ലാവർക്കും ഇപ്പം നല്ല എത്തിയിരിക്കുകയാണ്. അതിന് ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തോട് നന്ദി എല്ലാവർക്കും. ഇതിപ്പോൾ നമ്മൾ പിള്ളേർക്കെല്ലാം അറിയാവുന്ന ഇത് റോയ് പരപ്പൻ്റെ റോയിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. ഈ വീട് വെക്കാൻ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹം. അപ്പം ഈ വീട്ടിൽ ഈ ബർത്ത്ഡേ ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ പേരിലും അമ്മാമ്മയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കണം. എത്ര നേരം കേക്ക് വെച്ചോണ്ടിരിക്കുന്നത്? നമുക്ക് മുറിക്കണ്ടേ? മുറിക്കണം. അതിന് അനുവാദം കിട്ടി. ജോസമ്മ കേക്ക് മുറിക്കാനുള്ള ഒരു അനുവാദം കൊടുത്തേ. ഔദ്യോഗികമായി എല്ലാവരും ശ്രദ്ധിക്കുക. കേക്ക് മുറിക്കൽ ശുശ്രൂഷ ഇപ്പോൾ നടക്കാൻ പോവാണ്. അമ്മാമ്മ കേക്ക് മുറിക്കും. ഇനിയേ അമ്മാമ്മ കേക്ക് കൊടുക്കുന്നത് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും കുഞ്ഞു കൊച്ചിനായിരിക്കും. ഏറ്റവും കുഞ്ഞു കൊച്ചാരാ? എൺപത്തിരണ്ട് വർഷം പിന്നിടുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന നിമിഷങ്ങൾ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പങ്കുവെക്കുന്ന നിമിഷങ്ങളാണെന്ന്. കുട്ടിക്കാലം മുതലേ ഇല്ലായ്മയിൽ പങ്കുവെക്കാൻ പരിശീലനം എനിക്ക് മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചു. അത് ഞാൻ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തു. ഇന്ന് വാർദ്ധക്യാവസ്ഥയിലെത്തിയ ഞാൻ ദൈവകൃപയാൽ ആ ശീലം മക്കളുടെ സഹായത്താൽ ഈ കുഞ്ഞു മക്കൾക്കും കാട്ടിക്കൊടുക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഒഴിഞ്ഞ വയറുമായി പണ്ട് രാത്രികൾ കഴിച്ചു കൂട്ടുമ്പോഴും മക്കൾക്ക് ഒരുവറ്റ ആഹാരം പങ്കുവെച്ചു കൊടുത്തതിൻ്റെ സംതൃപ്തിയായിരുന്നു ഞങ്ങളുടെ മനസ്സ് മുഴുവൻ. പലരും എന്നോട് പറയാറുള്ളത് ഇതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലെന്ന്. ഓർത്തപ്പോൾ ശരിയാണ്, ഈ ഭാഗ്യം ദൈവം തന്നതാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യ കുഞ്ഞ് ജനിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇവിടെ സാക്ഷാത്കരിക്കുന്നത് പോലെ തോന്നി. ഇന്ന് ഞാൻ ആ ഭാഗ്യം തന്ന ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ കുടുംബം സന്തോഷിക്കുന്നു. എൻ്റെ തലമുറകളും സന്തോഷിക്കുന്നു. ആദ്യത്തെ മരുമാൻ ഇങ്ങോട്ട് ടൗണാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ മരുമാൻ. ആദ്യത്തെ അമ്മായിയമ്മ.
ശ്ശോ, ഈ മക്കളുടെ ഒരു കാര്യം. ഇപ്പം അമ്മാമ്മ പറഞ്ഞ അമ്മാമ്മയുടെ ഫസ്റ്റ് മരുമോനാണിത്, എൻ്റെ അപ്പച്ചൻ. ഇതെൻ്റെ അമ്മ, എൻ്റെ ഏറ്റവും ഇളയ പെങ്ങൾ ആൻമേരി. ഇവിടെ തട്ടനാട് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു, ജലനിധിയിൽ. എൻ്റെ പേര് അൽഫോൻസ്. ഞാനിപ്പോൾ ചെന്നൈയിലാണ്, അവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ നേരെ ഇളയ പെങ്ങൾ ആൻസ്മോൾ, അവൾ മഹാരാഷ്ട്രയിലൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അമ്മാമ്മയിൽ നിന്നും ദൈവികമായി വളരെയേറെ കാര്യങ്ങൾ പകർന്നു കിട്ടിയിട്ടുണ്ട്. എന്നും സന്ധ്യാപ്രാർത്ഥനയും മാക്സിമം എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവുക എല്ലാം ഞാൻ അമ്മാമ്മയിൽ നിന്നും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചെന്നൈയിലാണെങ്കിൽ പോലും എന്നും കുരിശ് വരച്ചിട്ടേ കിടക്കാറുള്ളൂ. സാധിക്കുന്നിടത്തോളം ദിവസങ്ങളിൽ പള്ളിയിൽ പോകാറുണ്ട്. എന്നും സാധിക്കാറില്ല, സാധിക്കുമ്പോഴെല്ലാം പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങളുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ അമ്മാമ്മയോടൊപ്പം നിന്നയാളാണ് എൻ്റെ വല്യപ്പനായ, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ ചാച്ചൻ എന്ന് വിളിക്കുന്ന തോമസ്. ചാച്ചൻ വലിയ കൗശലക്കാരനായിരുന്നു. കാരണം ചാച്ചൻ എന്നും പള്ളിയിൽ പോകും. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ചാച്ചൻ ചായക്കടയിൽ നിന്നും ദോശയോ ചമ്മന്തി വാങ്ങിത്തരുമായിരുന്നു. നല്ല രുചിയായിരുന്നു. അപ്പോൾ ചാച്ചൻ്റെ ബുദ്ധി എന്തായിരുന്നാൽ ഈ ദോശയും ചമ്മന്തിയും കഴിക്കാനായിട്ട് ഞാൻ എന്നും ചാച്ചൻ്റെ കൂടെ രാവിലെ പള്ളിയിൽ പോകും. അന്നു മുതലേ ഇങ്ങനെ ചെറുപ്പം തൊട്ട് ഈ വിശ്വാസത്തിൻ്റെ ഒരു തീക്ഷ്ണത ഇവരിൽ നിന്നെല്ലാം എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് ആൾത്തരപാലനായി ഇന്നും ആ ഒരു സ്നേഹവും കൂട്ടായ്മയും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഗെറ്റ് ടുഗദറുകളും വളരെയധികം ആഹ്ലാദം പകരുന്നവയാണ്. അമ്മാമ്മയുടെ ബർത്ത്ഡേ, ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാം ഞങ്ങൾ ഓരോരോ വീടുകളിൽ മാറി മാറി ആഘോഷിക്കാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മാമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ആ ഒരു കഷ്ടപ്പാടും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനാൽ തന്നെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ പണത്തിൻ്റെ ഒരു മൂല്യം, ദൈവത്തിലുള്ള വിശ്വാസം എത്രത്തോളം, അതിൻ്റെ ആ ഒരു ബലം എന്താണ്, ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുവഴിയായി ജീവിതത്തിൻ്റെ അന്തസ്സത്ത് എന്താണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. അമ്മാമ്മ തൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലിയ നിലയിലെത്തിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്കൊക്കെ വലിയൊരു ഇൻസ്പിറേഷനാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനം പള്ളിയുടെ സമീപത്തായി തന്നെ ദൈവം ഒരു വീട് നൽകി അനുഗ്രഹിച്ചതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഇവിടുത്തെ കോൺവെന്റിൽ കയറും. ഇവിടെയുള്ള അമ്മമാരുമായി പണ്ടു മുതലേ ഉള്ള ബന്ധമാണ്. സ്നേഹമുള്ളവരാ, അതുപോലെ തന്നെ കരുണയുള്ളവരും. അങ്ങനെ രണ്ടു ഗുണവുമുള്ളവർ ഈ ലോകത്ത് വിരളമല്ലേ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടി വരുമ്പോൾ സദാ സഹായിക്കാൻ സന്നദ്ധതയുള്ള അമ്മമാർ. എൻ്റെ പേര് സിസ്റ്റർ കൊർത്തോന, ക്ലാരിസ്റ്റ് കോൺവെൻറ്റ് ഭരണങ്ങാനം. ഈഴക്കുന്നേൽ അന്നമ്മ ചേച്ചിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ട് 50 വർഷത്തിൽ കൂടുതലായി. വളരെ സന്തോഷവതിയായി ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്ലാനുകൾക്കും പദ്ധതികൾക്കും എല്ലാം സ്വാതന്ത്ര്യത്തോടു കൂടി വിട്ടുകൊടുത്തുകൊണ്ട് നല്ല സന്തോഷവതിയായി ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടെ ചേച്ചി. 10 മക്കൾക്ക് ജന്മം കൊടുത്ത ഈ അമ്മ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ഒത്തുചേർന്ന് അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി കൈ നീട്ടി നിൽക്കുന്ന അമ്മച്ചിയാണ് കാണാൻ സാധിക്കുന്നത്. ഓരോ മക്കൾക്കും ഉണ്ടായി കഴിയുമ്പോൾ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ് സന്തോഷത്തോടെ. ഞങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രചോദനമാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയത്. എപ്പോൾ കണ്ടാലും ഇതുപോലെ ചിരിക്കുന്ന ഒരു മുഖത്തോടു കൂടി വന്ന് കൈപിടിച്ച് മിണ്ടും. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയെക്കുറിച്ച് തന്നെ ഞങ്ങളൊക്കെ ഓർത്തു പോവുകയാണ്. എല്ലാ മക്കൾക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഈ അമ്മച്ചി പറയും. ഏത് കുറവുകളുണ്ടെങ്കിലും യാതൊരു ചാഞ്ചല്യവും ഈ അമ്മച്ചിക്കില്ല. എല്ലാം ദൈവത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ പറയണമെന്ന് തോന്നും. എനിക്ക് ഈ അമ്മച്ചിയെ കാണുമ്പോൾ കുറേ ഉമ്മ കൊടുക്കണമെന്ന്
വാസ്തവം ഞാൻ കൊടുക്കാറുമുണ്ട്. കുറേ ഉമ്മ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിപ്പോവും, ഞാൻ കൊടുക്കുകയും ചെയ്യും. എന്റെ ഈ വാർദ്ധക്യത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. സന്തോഷത്തിലും സന്താപത്തിലും ദുരിതങ്ങളിലും ഒരേപോലെ തമ്പുരാനോട് വിശ്വസ്തത പുലർത്തി എളിമയാൽ നിറഞ്ഞ ജീവിതം നയിക്കാൻ കൃപ തന്ന ദൈവത്തിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കുറവുകളിലും നിറവുകളോടെ എന്റെ മക്കൾ കുടുംബജീവിതം നയിക്കുന്നത് കാണുമ്പോൾ എന്നിലെ അമ്മ മനസ്സ് സന്തോഷിക്കുന്നു, ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുത്തെ തൃക്കരങ്ങളിൽ എന്റെ കുടുംബത്തെ വീണ്ടും സമർപ്പിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയാണ്. എന്റെ മക്കളുടെ ഉൾക്കണ്ണുകളെ ഇനിയും പ്രകാശിപ്പിക്കണമേ എന്ന്. നിൻ മക്കൾ